എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്ത നിങ്ങളൊരു പുരുഷനാണോ? ഭാര്യയുടെ ആ വാക്കുകൾ ഒരു ഈർച്ചവാള് കണക്കെ അയാളുടെ മനസ്സിനെ കീറി മുറിച്ച് കടന്നുപോയി. ദേവു, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം. അയാൾ ദയനീയതയോടെ ഭാര്യയെ നോക്കി. ദത്തെടുക്കാനോ? പൂർണ്ണ ആരോഗ്യമുള്ള ശരീരവും ഗർഭപാത്രവും സ്വന്തമായുള്ള ഞാൻ എന്തിന് അന്യൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവണം? അവളുടെ മുഖത്ത് പുച്ഛം തെളിഞ്ഞു. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അയാൾ വിഷമത്തോടെ ഭാര്യയെ നോക്കി. എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവണം. ഒരിക്കലും അച്ഛനാവാൻ കഴിയാത്ത നിങ്ങൾക്കൊപ്പം കഴിഞ്ഞ് ജീവിതം ഹോമിക്കാൻ എനിക്ക് വയ്യ. അവൾ വെറുപ്പോടെ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. മനസ്സ് നുറങ്ങുന്ന വേദനയോടെ അയാൾ സെറ്റിയിലേക്ക് തളർന്നിരുന്നു. കുറവുകൾ തൻ്റേത് മാത്രമാണ്. ജോലിയുണ്ട്, വീടുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരച്ഛനാവാനുള്ള കഴിവ് തനിക്കില്ലാതെ പോയി. അയാളുടെ ഭാര്യ തൻ്റെ വസ്ത്രങ്ങൾ നിറഞ്ഞ ബാഗുമായി ഹാളിലേക്ക് വന്നു. ഞാൻ പോകുന്നു, അവൾ നിർവികാരതയോടെ പറഞ്ഞു. ദേവു, അയാൾ ഹൃദയം തകർന്ന വേദനയോടെ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. അവൾ വെറുപ്പോടെ അയാളുടെ കൈകളെ തട്ടിമാറ്റി. അയാളുടെ കൈതട്ടി മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് വലിയ ശബ്ദത്തോടെ നിലത്ത് വീണുടഞ്ഞു. സാർ. കണ്ണുകൾ അടച്ച് കസേരയിൽ ചാരിയിരിക്കുകയായിരുന്ന അയാൾ ഞെട്ടി കണ്ണു തുറന്നു. മുൻപിൽ ചായയുമായി വേലക്കാരി നിൽപ്പുണ്ടായിരുന്നു. സാർ, ചായ അവിടെ വച്ചേക്കൂ. അവർ പോയതും അയാൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന വിവാഹ ഫോട്ടോയിലേക്ക് വീണ്ടും ഒന്ന് നോക്കി. ഇന്ന് തങ്ങളുടെ 20ാം വിവാഹ വാർഷികമായിരുന്നു. അവൾ തന്നെ വേണ്ടെന്ന് വെച്ച് പോയി വേറെ ഒരു വിവാഹം ചെയ്തെങ്കിലും തൻ്റെ മനസ്സിൽ നിന്നും തനിക്ക് ഒരിക്കലും അവളെ പറിച്ചറിയാൻ സാധിക്കില്ല. അത്രയ്ക്ക് താൻ അവളെ സ്നേഹിച്ചിരുന്നു. എവിടെയായിരുന്നാലും കുട്ടികളും ഭർത്താവും ഒക്കെയായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, അത് മതി. അയാൾ ദീർഘനിശ്വാസത്തോടെ എണീറ്റ് ചായക്കപ്പുമായി ബാൽക്കണിയിലേക്ക് പോയി നിന്നു. സാർ, ഞാൻ പൊയ്ക്കോട്ടെ? 5 മണി കഴിഞ്ഞു. വേലക്കാരി അയാൾക്ക് പിന്നിൽ വന്നു നിന്ന് പരിങ്ങി. അയാൾ മൂളി. സാറ് കുറച്ച് പൈസ കടമായി തരുമോ? ശമ്പളത്തിൽ നിന്നും പിടിച്ചോളൂ. അയാൾ മുറിയിൽ ചെന്ന് പേഴ്സ് തുറന്ന് 500ൻ്റെ കുറേ നോട്ടെടുത്ത് അവർക്ക് നേരെ നീട്ടി. കാശ് കിട്ടിയതും അവരുടെ മുഖത്തൊരു പ്രകാശം പരന്നു. അവർ അതും വാങ്ങി സന്തോഷത്തോടെ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവർ പോയതും അയാൾ കുളിച്ച് ഫ്രഷായി പതിവ് സായാഹ്ന സവാരിക്കായി ഇറങ്ങി. അസ്തമയ സൂര്യന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പാതയോരത്തുകൂടി അയാൾ പതിയെ നടന്നു. വയസ്സ് 50നോട് അടുക്കുന്നു. എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിതയാത്രയുടെ അവസാനം വരേക്കും ഒറ്റയാനായി ഒരു ജീവിതം. അയാൾ വേദന നിറഞ്ഞൊരു ചിരിയോടെ സിമന്റിൽ തീർത്ത വഴിയോരത്തെ ഇരിപ്പിടത്തിൽ അമർന്നിരുന്നു. ഏറെ നേരം അവിടിരുന്ന ശേഷം തിരിച്ചു പോകുവാനായി എണീക്കവേ റോഡിൽ വല്ലാത്തൊരു ശബ്ദം കേട്ട് അയാൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. റോഡിൽ ഒഴുകിപ്പരന്ന രക്തവും ആൾക്കൂട്ടവും കണ്ട് അയാൾ പരിഭ്രമത്തോടെ അങ്ങോട്ടോടി. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നോട്ട് ചെന്ന അയാൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു സ്ത്രീ തല പിളർന്ന് രക്തത്തിൽ കുതിർന്ന് കൈകാലിട്ട് അടിക്കുന്നു. പെട്ടെന്ന് അയാൾക്ക് ആ മുഖം എവിടെയോ പരിചയം തോന്നി. അയാൾ ആ സ്ത്രീയെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. ഇത് അവരല്ലേ 1 മണിക്കൂർ മുൻപ് തൻ്റെ കയ്യിൽ നിന്നും പൈസയും വാങ്ങിപ്പോയ തൻ്റെ വീട്ടിലെ വേലക്കാരി? അയാൾ മിടിക്കുന്ന ഹൃദയത്തോടെ അവരെ കയ്യിൽ കോരിയെടുത്തു. ആരോ ഏർപ്പാടാക്കിയ ടാക്സിയിലേക്ക് അവരെയും എടുത്ത് അയാൾ കയറി. ടാക്സി നിറയെ രക്തം തളം കെട്ടി. അവർ അയാളെ തിരിഞ്ഞിട്ടോ എന്തോ തൻ്റെ തളർന്നു തുടങ്ങിയ കൈകൾ കൊണ്ട് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവക്തമായി എന്തോ പറഞ്ഞു. പിന്നെ ബോധം മറഞ്ഞു. ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവരെ കയറ്റുമ്പോൾ നഴ്സ് അയാൾക്ക് നേരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ കൈമാറി. അതൊരു മുഷിഞ്ഞ കവറായിരുന്നു. വേദന കൊണ്ട് പുളയുമ്പോഴും അവർ കൈവിടാതെ മുറുകെ പിടിച്ചിരുന്ന കവർ. അയാൾ അത് അരികിൽ വെച്ച് കനച്ച ഹൃദയവുമായി പുറത്ത് കാത്തിരുന്നു. മണിക്കൂറുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വരുന്നത് കണ്ട് അയാൾ തിടുക്കത്തോടെ ഡോക്ടറുടെ അരികിലെത്തി. സോറി, അവർ പോയി. ഡോക്ടർ നിസ്സഹായതയോടെ അയാളെ നോക്കിക്കൊണ്ട് നടന്നുപോയി. അയാൾ എന്തു ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം ഉടറി നിന്നു. ആരാണിവർ? എവിടെയാണ് ഇവരുടെ വീട്? ഒന്നും അറിയില്ല. തനിക്ക് അറിയാവുന്ന ഒരു ഏജൻസി വഴിയാണ് അവർ 2 മാസം മുൻപ് തൻ്റെ വീട്ടിൽ ജോലിക്കെത്തുന്നത്. പേര് പോലും അറിയില്ല. പറയുന്ന ജോലിയെല്ലാം വെടിപ്പായി ചെയ്യുന്നത് കൊണ്ട് താൻ കൂടുതലൊന്നും തിരക്കാനും പോയില്ല. അയാൾക്ക് പെട്ടെന്ന് അവരുടെ കയ്യിലിരുന്ന കവറിനെ കുറിച്ച് ഓർമ്മ വന്നു. അയാൾ പ്രതീക്ഷയോടെ അത് തുറന്നു. വില കുറഞ്ഞ ഏതോ കമ്പനിയുടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ്, 1 പാക്കറ്റ് കളർ പെൻസിലുകൾ, മുഷിഞ്ഞ ഒരു ജോഡി സാരിയും ബ്ലൗസും, കീറി തുടങ്ങിയ ഒരു പേഴ്സ്, ഇത്രയുമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അയാൾ പേഴ്സ് തുറന്നു. ഏതാനും സേഫ്റ്റി പിന്നുകളും താൻ കൊടുത്ത പൈസയും കുറച്ച് രസീതുകളും അതിൽ ഉണ്ടായിരുന്നു.
അയാൾ അതിലൊരു രസീത് നിവർത്തി നോക്കി. ഏതോ പണയമിടപാട് സ്ഥാപനത്തിൻ്റെ രസീതായിരുന്നു അത്. ഇന്ദിരയെന്ന് അതിൽ അവരുടെ പേരും അഡ്രസ്സും ഉണ്ടായിരുന്നു. അയാളത് ഭദ്രമായി മടക്കി തൻ്റെ പോക്കറ്റിൽ ഇട്ടു. അവരുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയപ്പോൾ അയാൾ വേഗം തന്നെ തൻ്റെ വീട്ടിലെത്തി വസ്ത്രം മാറി കാറുമായി അവരുടെ വീട് തേടിയിറങ്ങി. ഏതോ റെയിൽവേ ഗേറ്റിന് പിറകിലായി ഷീറ്റ് വച്ചടിച്ച അവരുടെ വീട് അയാൾ ബുദ്ധിമുട്ടി കണ്ടെത്തിയെങ്കിലും അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അയാൾ നിരാശയോടെ തല ചൊറിഞ്ഞു. ആരാത്? അപ്പുറത്ത് താമസിക്കുന്നതെന്ന് തോന്നുന്ന ഒരു സ്ത്രീ അയാളോട് ചോദിച്ചു. ഇത് ഇന്ദിരയുടെ വീടല്ലേ? അതെ, എന്താ കാര്യം? അവരൊന്ന് ഒരു അപകടത്തിൽ മരണപ്പെട്ടു, അയാൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എൻ്റെ ദൈവമേ! അയൽക്കാരി സ്ത്രീ ഞെട്ടലോടെ നെഞ്ചിൽ കൈവച്ചു. അവരുടെ കുടുംബമൊക്കെ? അയാൾ തിരക്കി. അതിൻ്റെ കെട്ടയോ മരിച്ചിട്ട് കൊല്ലം കുറേയായി. ഒരു മോൻ മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ മുട്ടയെന്ന് വിരിഞ്ഞിട്ട് പോലുമില്ല. ഇവിടെ എൻ്റെ അടുത്താക്കിയിട്ട ആ പെണ്ണ് ജോലിക്ക് വെക്കൊണ്ടിരുന്നേ. അയാളുടെ ഉള്ളിലൊരു കറുപ്പ് വീണു. ഇനി എന്തു ചെയ്യും? അയാൾ ഒന്നും അറിയാതെ പകച്ചു നിന്നു. അവരുടെ മകനെവിടെ? ഇപ്പോൾ വിളിക്കാൻ സാറേ. അയൽക്കാരി സ്ത്രീ കണ്ണീരോടെ അപ്പുറത്തേക്ക് പോയി. മടങ്ങി വന്ന അവരുടെ കയ്യിൽ തൂങ്ങി പിന്നെ തുടങ്ങിയ ഒരു നിക്കറുമിട്ട് ദാരിദ്ര്യത്തിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും എടുത്തു കാണിക്കുന്ന ഒരു 5 വയസ്സുകാരനുണ്ടായിരുന്നു. എന്താ നിന്റെ പേര്? അയാൾ കുട്ടിയോട് ചോദിച്ചു. കാശി. അവൻ നാണത്തോടെ അയാളെ നോക്കി. സാറേതാ? അയൽക്കാരി അയാളോട് ചോദിച്ചു. എൻ്റെ വീട്ടിലാണ് അവർ ജോലിക്ക് നിന്നിരുന്നത്. ഇവിടെ ഇവർക്ക് സ്ഥലമൊന്നുമില്ലേ? ഇവിടെയോ? ഇത് പുറമ്പോക്കല്ലേ സാറേ. ഇവിടെ ആർക്കും സ്ഥലവും വീടും ഒന്നുമില്ല. അവർ സങ്കടത്തോടെ മൂക്ക് പിഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ തന്നെ സംസ്കരിക്കേണ്ടി വരും. കുട്ടിയെ ഞാൻ കൊണ്ടുപോയി അവരെ കാണിച്ചിട്ട് വരട്ടെ? അയാൾ ചോദിച്ചു. ആ സാറേ. അയൽക്കാരി സങ്കടത്തോടെ തലയാട്ടി. അമ്മേ, അമ്മേ! തണുത്തു മരവിച്ച തൻ്റെ അമ്മയുടെ ശരീരത്തെ ആ 5 വയസ്സുകാരൻ കുലുക്കി വിളിച്ചു. അത് നോക്കി നിൽക്കവേ അയാൾക്ക് എന്തോ നെഞ്ചിൽ വല്ലാത്ത വേദന നിറഞ്ഞു. മോൻ, അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്ക്. അയാൾ കുഞ്ഞിൻ്റെ നെറുകയിൽ തലോടി. അനുസരണയുള്ള കുട്ടിയായി അവൻ അമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അയാൾ ആ കുട്ടിയെയും കൊണ്ട് തിരിച്ച് യാത്രയായി. പുറമ്പോക്കിലെ ആ വീട്ടിലേക്ക് അവൻ്റെ കൈയും പിടിച്ച് നടക്കവേ അവളുടെ കുട്ടി അയാളുടെ കാലിൽ ഇറുക്കി വട്ടം പിടിച്ചു. എൻ്റെ അമ്മ ഇനി വരില്ലേ? എൻ്റെ അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയതാണോ? അവൻ്റെ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തു മറുപടി പറയുമെന്നറിയാതെ അയാൾ മരവിച്ചു നിന്നു. അയാൾ അവനെ വാരിയെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു. ഇരുളിൽ മുങ്ങി നിൽക്കുന്ന അവരുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കവേ അയാൾക്ക് അതിയായ ദുഃഖം അനുഭവപ്പെട്ടു. തിരികെയുള്ള യാത്രയിൽ അയാളുടെ നെഞ്ചോട് ചേർന്ന് ആ നെഞ്ചിലെ ചൂട് പറ്റി ആ 5 വയസ്സുകാരനുണ്ടായിരുന്നു. പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു സുരക്ഷിതത്വത്തിലേക്ക് അയാൾ അവനെ ചേർത്ത് പിടിച്ചു. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇനി അയാൾ അവന് അച്ഛനായി മാറും. അവൻ അയാൾക്ക് മകനും. ഒന്നുമില്ലാത്തവനിൽ നിന്നും എന്തൊക്കെയോ നേടിയൊരു നിർവൃതിയോടെ അയാൾ തൻ്റെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു. ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ ഇനിയും കേൾക്കുവാനായി ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.